കരുവാരക്കുണ്ട് എന്ന ചെറിയ ഗ്രാമത്തിൽ ശാന്തമായൊരു കോണിൽ മഴത്തുള്ളികൾക്ക് നേരെ പ്രതീക്ഷയെ തുന്നിക്കൊടുക്കുന്ന ഒരാൾ. ഇത് ശിവയുടെ കഥയാണ്. വീൽ ചെയറിലും കട്ടിലും കിടന്ന് കുട നിർമ്മിക്കുന്ന അത്ഭുതകരനായ ഒരു മനുഷ്യൻ്റെ, അദ്ദേഹത്തിൻ്റെ ശിവ അംബർല എന്ന ബ്രാൻഡിൻ്റെ കഥ. ഞാൻ ജന്മന ഇങ്ങനെയുള്ളൊരു വ്യക്തിയല്ല. ഞാൻ കഴിഞ്ഞ 2008 ഫെബ്രുവരി 27 തെങ്ങിൽ നിന്നും വീണിട്ട് സ്പൈനൽ കോഡ് ഇഞ്ചുറി പറ്റിയിട്ട് ഈ അവസ്ഥയിൽ ജീവിക്കുന്നൊരു വ്യക്തിയാണ്. ഇപ്പോൾ ഏതാണ്ട് 17 വർഷം പിന്നിട്ടു, 17ാമത്തെ വർഷമാണ് ഇപ്പോൾ കുഴപ്പമില്ലാതെ ഈ അവസ്ഥയിലാണെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റുന്നൊരു ചെറിയ കൈത്തൊഴിൽ ചെയ്തിട്ട് ജീവിക്കാമെന്നുള്ളൊരു തൻ്റെ അടുത്തോടെ തന്നെയാണ്. ആത്മവിശ്വാസമുണ്ട്. നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് പുറത്തുനിന്ന്, ആളുകളുടെ സോഷ്യൽ മീഡിയയിൽ നിന്നാണെങ്കിലും നമുക്ക് സമൂഹത്തിൽ നമ്മുടെ പ്രാദേശികമായിട്ടാണെങ്കിലും നല്ലപോലെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. നമ്മളുണ്ടാക്കുന്ന ഉൽപ്പന്നമൊക്കെ വിറ്റഴിഞ്ഞ് പോകുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനും പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഭാര്യയും 3 മക്കളുണ്ട്. മക്കളെ പഠിപ്പിക്കണം. അവർ കുഴപ്പമില്ല. പിന്നെ ഏറ്റവും ചെറിയ ആളൊക്കെ +2 എത്തിയിട്ടുണ്ട്. വൈകല്യത്തെ അതിജീവിച്ചാണ് ശിവ കുടനിർമ്മാണത്തിലേക്ക് മാറിയത്. ചെറിയൊരു മുറി, ചെറിയ ഉപകരണങ്ങൾ. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകൾ വളരെ വലുതാണ്. ഒരു കുട ശിവയുണ്ടാക്കുമ്പോൾ അവയെല്ലാം അത്രമേൽ ആത്മാർത്ഥതയോടും പരിശ്രമത്തോടെയുമാണ്. അദ്ദേഹത്തിന് വേണ്ടത് നിങ്ങളുടെ സഹതാപമല്ല, ഒപ്പം നിൽക്കുന്ന പിന്തുണയാണ്. ശിവയുടെ കഥ സമൂഹത്തിന് പ്രചോദനമാണ്. പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്ന് ജീവിതം മുന്നോട്ട് നീക്കുന്നതിനുള്ള പ്രചോദനം. അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കേണ്ടത് മനുഷ്യനെന്ന രീതിയിൽ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടുന്ന് തന്നെ കുട വാങ്ങാറ്. നല്ല കുടയണി കുട്ടികൾക്ക് ഇവിടുന്ന് തന്നെ വാങ്ങൽ. നല്ല ഈട് നിൽക്കുന്ന കുടയണി. അവന് LKG വാങ്ങിയിട്ട് LKG UKG 1ാം ക്ലാസ് കുടനെ കൊണ്ടുപോയത്. നല്ല കുടയണി. ഞാൻ 4-5 വർഷമായി ഇവിടുന്ന് കുട വാങ്ങിയിട്ട് ഒരു കുഴപ്പമില്ല. ഈ കുടക്ക് നല്ല ഈട് നിൽക്കുന്ന കുടയാണ്. ഞാൻ കുട്ടികൾക്കൊക്കെ ഞാൻ ഇവിടുന്ന് എൻ്റെ വീട്ടിലേക്കായാലും ഇവിടുന്ന് തന്നെയാണ് ഈ ഏട്ടൻ്റെ അടുത്ത് തന്നെയാണ് കുട വാങ്ങി കൊണ്ടുപോകാറ്. അപ്പോൾ എല്ലാവരും ഈ കുട തന്നെ വാങ്ങും. എൻ്റെ പേര് ശിവദാസൻ. ഞാൻ മലപ്പുറം ജില്ലയിൽ കരുവാരക്കുണ്ട് സ്വദേശിയാണ്. ഞാൻ ഇപ്പോൾ അപകടം പറ്റിയിട്ട് ഒരു പാരാപ്ലേജിക് പേഷ്യൻ്റാണ്. സ്പൈനൽ കോഡ് ഇഞ്ചുറിയാണ്. വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് കുടകൾ നിർമ്മിച്ച് വിൽപ്പന നടത്തിയാണ് ഉപജീവന മാർഗം കണ്ടെത്തുന്നത്. ഞാൻ നിർമ്മിക്കുന്ന കുടകൾ ശിവ അംബ്രല്ലാസ് എന്നുള്ളൊരു ബ്രാൻഡ് നെയിമിലാണ് നമ്മൾ വിപണിയിൽ എത്തിക്കുന്നത്. ആൾക്കാർ ആവശ്യപ്പെടുകയാണെങ്കിൽ നല്ല ബെസ്റ്റ് ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ കൊടുത്തിട്ടാണ് നമ്മൾ വിൽപ്പന ചെയ്യുന്നത്. നല്ല കിറ്റുകൾ, ഏറ്റവും നല്ല മികച്ച ക്വാളിറ്റി കിറ്റുകൾ ഇറക്കിയിട്ട് മിതമായ വിലയ്ക്ക് നമ്മൾ എവിടെ വേണമെങ്കിലും, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു കൊടുക്കുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും എൻ്റെ കോൺടാക്റ്റ് നമ്പർ ആൾക്കാർ ആ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളത് ഒരു ഉദ്ദേശിച്ച സമയത്ത് തന്നെ നിർമ്മിച്ച് കൊടുക്കാൻ സാധിക്കും. കൂടുതൽ സമയം ഇരുന്ന് ചെയ്യാൻ കഴിയില്ല. ഈ പ്രഷർ സോർ വന്നിട്ട് മുറിവുണ്ടായിട്ട് 2-3 തവണ പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയനായ വ്യക്തിയാണ്. അപ്പോൾ അതിൻ്റെ കുറേ വിഷമതകളുണ്ട്. അത് കാരണം ഞാൻ കിടന്നാണ് കൂടുതലും ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാറുള്ളത്. അധിക സമയം ഇരിക്കാൻ പറ്റില്ല, വളരെ കുറഞ്ഞ സമയം ഇരിക്കാറുള്ളൂ. വിപണിയിൽ പലതരം കുടകൾ കിട്ടാനുണ്ട്. പക്ഷേ നമുക്കിപ്പം ഏറ്റവും വില കുറഞ്ഞ കുടകളും കിട്ടാനുണ്ട്. പക്ഷേ അത് കൂടുതൽ കാലം നിലനിൽക്കാറില്ല.
ഞങ്ങൾ ഏറ്റവും നല്ല ബെസ്റ്റ് ക്വാളിറ്റി ഉൽപ്പന്നങ്ങളാണ് ആവശ്യക്കാർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് നിർമ്മിച്ച് കൊടുക്കുന്നത്. ഞങ്ങളുടെ ഒരു യൂണിറ്റ് ഉണ്ട്, അംബ്രല്ല നിർമ്മാണ യൂണിറ്റ്, അതുപോലെ തന്നെ പേപ്പർ പേന യൂണിറ്റ്. അങ്ങനെ ഒരു കൂട്ടം ആളുകളുണ്ട് ഞങ്ങൾ. അവരിൽ നമുക്കിപ്പം ബൾക്ക് ഓർഡറൊക്കെ കിട്ടുകയാണെങ്കിലും അവരിലേക്ക് എത്തിച്ചിട്ട് ആവശ്യക്കാർക്ക് സമയത്തിന് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ കുറഞ്ഞ വിലക്കൊക്കെ ആളുകൾ ചൈനീസ് കുടകളും മറ്റൊക്കെ വിപണിയിൽ കൊടുക്കുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞ വിലക്ക് അവർ വിൽക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ വർഷം 3 or 4 വാങ്ങിയാൽ ആ ഒരു വർഷം തള്ളി നീക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കുടകളാണ്. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്ന കുടകൾ 2-3 വർഷം ഉപയോഗിച്ചവർ ഇപ്പോഴും ആ കുടകൾ ഒരു കുഴപ്പമില്ലാതെ വീട്ടിലിരിക്കുന്നുണ്ട് എന്നുള്ള അഭിപ്രായം പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ സമൂഹത്തിൽ സാധാരണഗതിയിൽ ശാരീരികമായിട്ട് എല്ലാവിധ ശാരീരിക ആരോഗ്യവും മാനസികമായിട്ടും ഒക്കെ നല്ല വിൽ പവറും എല്ലാം ഉള്ള ആളുകൾ, പക്ഷേ ഇപ്പോഴും പലരും മടിയന്മാരായിട്ടും ഒക്കെ നടക്കുന്നവരുണ്ട്. അപ്പോൾ അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ ഈ ഇതുപോലുള്ള ആളുകൾ കിടന്ന കിടപ്പിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ മനസ്സ് കാണിക്കുന്നുണ്ട്. ഓരോരോ ഉൽപ്പന്നങ്ങൾ അവരെ കൊണ്ടാവുന്ന രീതിയിൽ കൈകൾ മാത്രം ചലിക്കുന്നവരുണ്ട്, കഴുത്തിന് താഴോട്ട് ചലിക്കാത്തവരുണ്ട്. വാട്ടർ ബെഡിൽ കിടന്നിട്ടും പേപ്പർ പേന ഉണ്ടാക്കിയിട്ടും അംബ്രല്ല ഉണ്ടാക്കിയിട്ടും ഒക്കെ ജീവിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. പലവിധം ഉൽപ്പന്നങ്ങൾ അവരുണ്ടാക്കുന്നുണ്ട്. കുടിൽ വ്യവസായങ്ങളായിട്ട് അവരുടെ സ്വന്തം വീട്ടിൽ തന്നെ അവർ പല രീതിയിലും ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ തളർന്നു പോയി അല്ലെങ്കിൽ ഒന്ന് വീണ് പോയി എന്ന് വെച്ചിട്ട് അവിടെ വീണവിടെ തന്നെ കിടക്കാതെ നമ്മളെ കൊണ്ടാവുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് വിജയങ്ങളിൽ എത്താൻ പറ്റും. ഏറ്റവും എനിക്കൊക്കെ പാരാപ്ലേജിയ ബാധിച്ച് നട്ടെല്ല് ഒടിഞ്ഞ് എനിക്ക് സ്വന്തമായിട്ട് വീൽചെയർ, ഞാൻ ഇതൊക്കെ സ്വയം പര്യാപ്തനായതാണ്. സ്വന്തം കട്ടിലിൽ നിന്ന് ഇറങ്ങാൻ പറ്റാതെ കിടക്കുന്നൊരവസ്ഥയിലായിരുന്നു. പിന്നെ നമ്മുടെ ഈ ഫിസിയോതെറാപ്പിയും കാര്യങ്ങളും നമ്മുടെ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള പാലിയേറ്റീവിൻ്റെയും എല്ലാ സപ്പോർട്ടും ജനകീയമായ സപ്പോർട്ടും എല്ലാം കൊണ്ട് നമ്മൾ ഇത്രയൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ കിടപ്പിലായി പോയാലും നമുക്ക് പലതും ചെയ്യാനുണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഒരുപാട് സംവിധാനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അതിനൊക്കെ പറ്റിയൊരു കാലഘട്ടമാണല്ലോ. എല്ലാത്തരം സംവിധാനങ്ങളും നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ നമുക്ക് പല സംവിധാനങ്ങളിലൂടെയും നമുക്ക് ചെയ്യാൻ പറ്റും. യൂട്യൂബായിട്ടും ഒരുപാട് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന, വലിയ വരുമാനമൊന്നുമില്ലെങ്കിലും നമുക്ക് നിലനിന്ന് പോകാൻ പറ്റിയ നമ്മുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുപോകാനും നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾ, നമ്മളെ എല്ലാ ചിലവുകളും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. തളർന്നു പോയി എന്ന് വെച്ചിട്ട് നിരാശപ്പെട്ടിരിക്കരുത്. അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കണ്ടെത്തിയിട്ട് ചെയ്യാൻ ശ്രമിക്കണം. ഞാൻ വിടവാങ്ങുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ജയ് ഹിന്ദ്.